വരുന്നത്. അസ്തിത്വവാദവും അതുപോലെ കഴിഞ്ഞ തലമുറയിൽ വന്ന ഒരു പുതിയ ചിന്തയാണ്. പക്ഷെ ആ ചിന്തയ്ക്ക് ഇന്ന് വലിയ പ്രസക്തി, അന്ന് കിട്ടിയ സ്വാധീനം ഇന്നില്ല. അതുകൊണ്ട് മാത്രം ചിന്തയുടെ താത്വിക വശങ്ങൾ തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. സമൂഹത്തെ സ്വാധീനിക്കുന്നതിൽ അതിന് ദൗർബല്യങ്ങൾ ഉണ്ട് എന്നാണ് ആ പറഞ്ഞതിനർത്ഥം. അതിപ്പോഴേ മാർക്സിസത്തിന് തന്നെ കഴിഞ്ഞ ഒരു 10-20 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഒരു മേന്മ ഇന്നുണ്ട് എന്ന് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ചും സോവിയറ്റ് റഷ്യയുടെ പിൻബലം നഷ്ടപ്പെടുത്തോടുകൂടിയിട്ട്. എന്ന് കരുതി മാർക്സിസത്തിന്റെ അടിസ്ഥാന തത്വങ്ങളാണോ തെറ്റ്, അതിന്റെ പ്രയോഗത്തിന്റെ ഫലമാണോ തെറ്റ് എന്നതിനെക്കുറിച്ച് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ അവസാന വിധി പറയാനൊന്നും ഞാനൊന്നും ബാധ്യസ്ഥനല്ല, അതിന് തയ്യാറുമല്ല. അതുകൊണ്ട് അസ്തിത്വവാദത്തിന് ദൗർബല്യങ്ങൾ ഇന്നൊരു നിഷ്ക്രിയത വന്നിട്ടുണ്ട്, സ്വീകാര്യക്ഷമത നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. അത് ഭൗതികവാദ പ്രസ്ഥാനമായതുകൊണ്ടല്ല, ആത്മീയവാദ പ്രസ്ഥാനങ്ങൾക്കും ഇത്തരം അപജയം വരാറുണ്ട്. അക്ബർ സർ ഇവിടെ ഒരു കഥ സൂചിപ്പിച്ചു, ആ മീനിന്റെവും തവളേന്റെവും. അപ്പൊ തവള റെപ്രസെന്റ് ചെയ്യുന്നത് പ്രവാചകനാണെങ്കിൽ തവള കരയിലും ജീവിക്കുന്നുണ്ട്, വെള്ളത്തിലും ജീവിക്കുന്നുണ്ട്. അപ്പൊ പ്രവാചകനും എന്തായാലും രണ്ട് സ്ഥലത്തും ജീവിച്ചുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവുക. അതല്ല, അവിടെ തന്നെ ഒരു മീൻ, ആ പുഴയിൽ തന്നെ ഒരു മീനും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അതിന് ഈ ഒരു കൊളുത്ത് വരുന്ന സമയത്ത് അതിന് ചിന്തിക്കായിരുന്നു, ഇതിങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മീനിനെ പിടിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ആ ഒരു മീനും ചിന്തിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അത് സ്വപ്നം കണ്ടിട്ടുണ്ടാവുമല്ലോ, ഇങ്ങനെയൊക്കെ ആയിരിക്കാം സംഭവിച്ചതെന്ന്. അപ്പൊ അങ്ങനെ ആയിക്കൂടെ ഒരു പ്രവാചകന്റെ റോൾ അത്തരത്തിലും വന്നൂടെ? ഏതായിരുന്നു കഥ പിടിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. അതിനെ പറ്റി ഇപ്പൊ 2-3 ആളുകൾ ചോദിച്ചല്ലോ. അപ്പോ ഇവിടെ പ്രവാചകന്റെ റോള് തവളയുടെ റോളാന്ന് പറയാൻ കാരണം അറിവിന്റെ വിഷയത്തിൽ ഒരാൾക്ക് മറ്റൊരു മീനിന് ഇങ്ങനെ തോന്നുന്നതുണ്ടാവാം. പക്ഷെ അവിടെ എന്താണ്, നമുക്ക് ആ അറിവിനെ പരിശോധനാക്ഷമമായിട്ടില്ല. അതേസമയം പ്രവാചകന്റെ വിഷയത്തിൽ, ഇപ്പൊ തവളന്റെ വിഷയത്തിൽ എന്ന് പറഞ്ഞാൽ മറ്റേ ലോകത്ത് പോകാൻ കഴിയുമോ എന്ന് മീനിനറിയില്ലല്ലോ. മത്സ്യത്തിന് അറിയില്ല ഇതിന് മറ്റൊരു ലോകത്ത് പോകാൻ കഴിയുമോ എന്ന്, അതിന്റെ അറിവിന്റെ അടിസ്ഥാനത്തിൽ. ഇതൊരു താരതമ്യ കഥ മാത്രല്ലേ. അപ്പോ അതേസമയം ഈ മത്സ്യം അന്വേഷിക്കുമ്പോൾ മനസ്സിലാകും അതിന് മറ്റൊരു ലോകത്തേക്ക് പോകാൻ കഴിയുന്നു, അല്ലെങ്കിൽ മറ്റൊരു ലോകത്ത് അറിവ് ലഭിക്കുന്നു. ആ അറിവ് ലഭിക്കുന്നോ എന്ന് പരിശോധിക്കാം നമുക്ക് പ്രവാചകന്മാരുടെ വിഷയത്തിൽ. അതാ ഞാൻ പറഞ്ഞത്. അതേപോലെ തന്നെ രണ്ടാമതായി ഞാൻ അറിവ് ലഭിക്കുന്നുണ്ടെങ്കിൽ തന്നെ അയാൾക്ക് കളവും പറയാം. കളവ് പറയുമോ എന്നും പ്രവാചകന്മാരുടെ വിഷയത്തിൽ പരിശോധിക്കാം. ഒരു പ്രവാചകനെ മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്, പ്രവാചകന്മാരാരാണെങ്കിലും നമ്മൾ വിശ്വസിക്കുന്നത് പ്രവാചകന്മാർക്കെല്ലാം അഭൗതികമായ ഈ വിഷയത്തിൽ അറിവ് ലഭിച്ചു എന്നാണ്. ആ കാലഘട്ടത്തിലെ പ്രവാചകന്മാർക്ക്, ആ കാലഘട്ടത്തിലെ ആളുകൾക്ക് പരിശോധനാക്ഷമമായിരുന്നു. അവർക്കിങ്ങനെ അറിവ് ലഭിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ കഴിഞ്ഞിരുന്നു. അതിനാവശ്യമായ തെളിവുകൾ അവിടെ അടുത്തുണ്ടായിരുന്നു. ഇപ്പൊ മുഹമ്മദ് നബിയെ സംബന്ധിച്ചിടത്തോളം ആ തെളിവാണ് ഞാൻ പരിശുദ്ധ ഖുർആനാകുന്ന തെളിവ് പറഞ്ഞത്. പരിശോധിക്കാൻ നിങ്ങൾക്ക് ആ പരിശോധിച്ചിട്ട് നമുക്ക് മനസ്സിലാവുകയാണ് ഇത് അഭൗതികമായ ലോകത്തെക്കുറിച്ച് കൃത്യമായ അറിവാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അഭൗതിക ലോകത്തെക്കുറിച്ചുള്ള അറിവ്, നമുക്ക് കടന്നു ചെല്ലാൻ പറ്റാത്ത ലോകത്തുള്ള അറിവ്, അതിനെ കുറിച്ച് അത് പറയുന്നത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. അതേപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും സാക്ഷി നിൽക്കുന്നു എന്നുള്ളതിനാണ് ഞാൻ കളവ് പറഞ്ഞിട്ടില്ല എന്നത് തവളന്റെ ഉദാഹരണം പറഞ്ഞത്. അവിടെ ഒരു സാധാരണക്കാരനുണ്ടായ ഒരു ബോധ്യം കൂടെ എന്നാണ് സഹോദരിന്റെ ചോദ്യം. അവിടെ ഒരു സാധാരണക്കാരനുണ്ടായ ബോധ്യമാകാം, പക്ഷെ പരിശോധന നടത്താലോ നമുക്ക്. അങ്ങനെയാണെങ്കിലും കേവലം ഒരു സ്വപ്നമാകാം, അവിടെയും പരിശോധന നടത്താലോ. ഒരു സ്വപ്നമാണോ അവിടെ നമുക്ക് മനസ്സിലാവുന്നു, അങ്ങനത്തെ ഒരു സ്വപ്നം ആണെങ്കിൽ ഇങ്ങനെ ഒന്നും ആകുമായിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നു. ഇങ്ങനെ ഒരു പ്രമാണം ഉണ്ടാകുമായിരുന്നില്ല എന്ന് മനസ്സിലാവുന്നു. എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. എന്റെ ചോദ്യം അക്ബർ സാറോടാണ്. അത് ദൈവം അത്ര ഒരൊറ്റ മിനിറ്റ്. ഈ തവളയുടെ ഉദാഹരണത്തിന്റെ ഒരു സൂത്രപ്രയോഗമുണ്ട്. അതെന്താന്ന് പറഞ്ഞാൽ, മത്സ്യത്തിന്റെ കാര്യം വെള്ളത്തിനുള്ളിലാകുമ്പോൾ പൂർണ്ണമായി മനസ്സിലാവില്ല. കരയിൽ ജീവിക്കുന്ന ഒരു ജീവിക്ക് മാത്രമേ സത്യത്തിന്, ഈ തവളയ്ക്ക് സത്യം എത്തിച്ചു കൊടുക്കാൻ കഴിയുന്ന. തവളയെയും മത്സ്യത്തെയും ഉദാഹരിക്കുമ്പോൾ ഇത് വളരെ ഉചിതമായ ഒരു ഉദാഹരണമാണ്. പക്ഷെ ഈ തവള പരലോകത്തുനിന്ന് വരുന്ന ഒരു തവളയാണോ? പരലോകത്തുനിന്ന് വന്ന വിജ്ഞാനം ഇതുപോലെ ഇഹലോകത്തിലെ ആളുകൾക്ക് മനസ്സിലാവില്ല എന്ന് പറയാനാണ് ഈ ഉദാഹരണം അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. ആ ഉദാഹരണത്തിൽ ഒരു വൈരുദ്ധ്യമുണ്ട്. കാരണം തവള യഥാർത്ഥത്തിൽ കരയിലുണ്ട്, വെള്ളത്തിലിറങ്ങുകയും ചെയ്യും. പക്ഷെ പരലോകത്തിന് ആരും പിന്നെ വന്നത് കണ്ടിട്ടില്ല. അന്ത്യപ്രവാചകനാണെന്ന് പറഞ്ഞ് വരവ് നൃത്തം ചെയ്തിട്ടുള്ളത് ഒരു വൈരുദ്ധ്യമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു.
മാഷ് പറഞ്ഞ പോലല്ല, ഞാൻ അറിവിന്റെ വിഷയത്തിലാണ് പറഞ്ഞത്. ഞാൻ ആവർത്തിച്ച് പറയാൻ, അറിവിന്റെ വിഷയത്തിലാണ് പറഞ്ഞത്. ഒന്ന്, മുഹമ്മദ് നബിനെ സംബന്ധിച്ചിടത്തോളം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് അനുഭവത്തിന്റെ അറിവ് തന്നെ ഉണ്ട്. അതാണ് ഇവിടെ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന മിഅ്റാജ്. അത് നമ്മൾക്ക് ചിലപ്പോൾ നിഷേധിക്കാം. അതുകൊണ്ടാണ് ഞാൻ നമുക്ക് പരിശോധിക്കാൻ പറ്റുന്ന പ്രമാണം തന്നത്, പരിശുദ്ധ ഖുർആനാകുന്ന പ്രമാണം. മുഹമ്മദ് നബിയെ സംബന്ധിച്ചിടത്തോളം പരലോകത്ത് പോയി വന്ന അറിവ് തന്നെ ഉണ്ട്. മിഅ്റാജ് രാവിലെ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം പോയി വന്നിട്ടുണ്ട് എന്നാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്. അതൊരു വിശ്വാസത്തിന്റെ തലാണ്, നമുക്ക് പരിശോധനക്ഷമമല്ല. കാരണം മുഹമ്മദ് നബി കഴിഞ്ഞു പോയി, അദ്ദേഹം പോയി വന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് പരിശോധനക്ഷമമല്ല. അപ്പോ പരിശോധനക്ഷമമായ തെളിവ്, അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനാകുന്ന തെളിവ് ധരിച്ചത് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അവിടെ എന്താണ്? അറിവാണ് അതിന്റെ തലം. ഇവിടെ തവളന്റെ ഉദാഹരണം അതേപോലെ ആപ്റ്റാണ്, ഞാൻ പറഞ്ഞിട്ടില്ല. നബിനെ തവളാക്കി എന്നിട്ട് അത് ഇനിയൊരു ഒരു ദുർവ്യാഖ്യാനത്തിന്റെ ആവശ്യമില്ല. എന്താന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മരണാനന്തര ജീവിതത്തെക്കുറിച്ച് അറിവ് ലഭിക്കുവാൻ സാധ്യത ഉണ്ടോ? ഒരു ഭൗതികമായ ഒരു ഉദാഹരണത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യം വ്യക്തമാക്കിയെന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് സൂചിപ്പിക്കുന്നത്. എന്റെ ചോദ്യം അക്ബർ സാറോടാണ്. കാരണം ദൈവം അത്ര നീതിമാൻ ആണെങ്കിൽ നമ്മൾ ഈ കണ്ണ് കാണാത്തവരും കാല് ഇല്ലാത്തവരൊക്കെ സൃഷ്ടിക്കേണ്ട ആവശ്യമുണ്ടോ? അത് മാത്രമല്ല, ഈ മാറാടും ഗുജറാത്തൊക്കെ പഠിച്ചവനെ നമ്മളെ രക്ഷിക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞ ആളുകൾ കരഞ്ഞിട്ട് ഒരു കൂട്ടക്കൊലക്ക് വരെ സംഭവം ഉണ്ടായി. അപ്പൊ അങ്ങനെ ആ സമയത്ത് ജനങ്ങളെ സംരക്ഷിക്കാൻ പറ്റാത്ത ദൈവം നമുക്ക് ആവശ്യമുണ്ടോ എന്നതാണ്. നല്ലൊരു ചോദ്യമാണത്. ദൈവം അത്ര നീതിമാനാണെങ്കിൽ കണ്ണ് കാണാത്തവനും പിന്നെ അതേപോലെ തന്നെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളെല്ലാം ഭൂമിയിൽ സൃഷ്ടിച്ചത് പിന്നെ എന്തിനാണ്? ഇനി ദൈവം നീതിമാനല്ല, ദൈവം ഇല്ലാന്ന് വിചാരിക്കുക എങ്കിൽ ഈ കണ്ണ് കാണാത്തവരും മറ്റേ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരെല്ലാം ഇവിടെ ഉണ്ടായല്ലോ, അതിനെന്ത് നീതിബോധമുള്ളത്? ഇവിടെയാണ് മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള, ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ കൈയടിച്ചാണ്ട് പിന്നെ നമ്മൾ ഈ ഗൗരവതരമായ ചർച്ചയെ വൈകാരിക തലത്തിലേക്ക് കൊണ്ടുപോകും. അപ്പോ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, മനുഷ്യന്റെ ലോകത്ത് ഇതേ രൂപത്തിലുള്ള വൈകല്യങ്ങൾ ഉണ്ടാകുന്നു. ഈ വൈകല്യങ്ങൾക്ക് പോലും കാരണം പലപ്പോഴും മനുഷ്യന്റെ പ്രവർത്തനങ്ങളാണ്. ഏതോ തലമുറയിലെ മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ വഴിയാണ് പല വൈകല്യങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ജനിതക ശാസ്ത്രം തെളിയിച്ചു കഴിഞ്ഞിട്ടുള്ള കാര്യമാണ്. മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ, മ്യൂട്ടേഷന് കാരണം മനുഷ്യന്റേതല്ലാത്തതുണ്ടാകാം, പ്രകൃതിപരമായ കാരണങ്ങളുണ്ടാകാം. പക്ഷേ പൊതുവെ ഉള്ള മനുഷ്യലോകത്തുള്ള പ്രശ്നങ്ങൾ, അംഗവൈകല്യത്തെ പോലുള്ള പ്രശ്നങ്ങൾ, അത് മ്യൂട്ടേഷൻ വഴി ഉണ്ടാകുന്നതാണ്. ആ മ്യൂട്ടേഷൻ ആകട്ടെ മനുഷ്യരുടെ കൈകടത്തൽ, പ്രകൃതിയിലെ ക്രൂരമായ കൈകടത്തലുകൾ വഴിയാണ്. ഉദാഹരണത്തിന് ഹിരോഷിമ നാഗസാക്കികളിൽ നമുക്കറിയാം, ബോംബിട്ടു, അതിന്റെ ഫലമായി ഇന്ന് ജനിക്കുന്ന കുട്ടികൾക്ക് അംഗവൈകല്യം. ഇവിടെ ഏതോ ഒരു തലമുറയിൽ ജീവിച്ച ഒരാൾ ചെയ്ത ഒരു ദുഷ്കർമ്മത്തിന്റെ ഫലം ഇന്നും നിങ്ങൾ അനുഭവിക്കുന്നു. ആർക്കും അറിയില്ല എന്തുകൊണ്ട് എന്ന്. അപ്പൊ ആ പ്രയാസം ഇവിടെ അനുഭവിക്കുന്നതിന്, ആ പ്രയാസം അനുഭവിക്കുന്നതിന് ബാക്കിയുള്ളവരെ പോലെ ആകാൻ കഴിയാത്തതിന് നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ അത് ചെയ്ത വ്യക്തിക്ക് അയാൾ തലമുറകൾ നീണ്ടു നിൽക്കുന്ന ദുഷ്കർമ്മമാണ് ചെയ്തത് എന്നുള്ളത് കൊണ്ട് തന്നെ ആ തലമുറകൾ ആരൊക്കെ പ്രയാസങ്ങൾ സഹിച്ചോ ആ പ്രയാസങ്ങൾക്ക് മുഴുവനും കൃത്യമായ പ്രതിഫലം ലഭിക്കേണ്ടതുണ്ട്. അതിനാണ് മരണാനന്തര ജീവിതം. മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടല്ലാതെ ഈ വിഷയം നമുക്ക് പൂർണ്ണമായി വിശദീകരിക്കാൻ സാധ്യമല്ല. കേവലം ഭൗതിക ജീവിതം മാത്രമാണെന്ന് വിചാരിക്കുക. എങ്കിലോ ഈ പ്രകൃതി ആണെങ്കിലോ, ഈ പ്രകൃതി വികൃതി ആയി കാണിച്ചു, ഞാൻ അതിന് എന്തിന് പ്രയാസപ്പെടണം? എന്തുകൊണ്ട് എനിക്ക് ആത്മഹത്യ ചെയ്തുകൂടാ? ഒരു കുട്ടിക്ക് വിചാരിക്കാം, എല്ലാവരും കാണുന്നു, എല്ലാവരും ചെയ്യുന്നു, എല്ലാവരും നടക്കുന്നു, എനിക്കിങ്ങനെ പ്രയാസം, എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തുകൂടാ? ഇവിടെ മതത്തിന്റെ ഉത്തരമുണ്ട്, പാടില്ല. നിനക്ക് ഈ രൂപത്തിൽ നൽകിയിട്ടുള്ള ജീവിതം ആ രൂപത്തിൽ ആസ്വദിക്കുവാനുള്ളതാണ്. അങ്ങനെ നീ ചെയ്യിക്കുന്ന പ്രയാസത്തിനും പ്രതിഫലം, നിന്റെ ജീവിതത്തിനും പ്രതിഫലം. അവിടെയാണ് മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള കൃത്യമായ ബോധം വരുന്നത്. പിന്നെ ഈ നേരത്തെ കലാനാഥ മാഷ് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ദൈവം വിളിച്ചിട്ട് കേൾക്കണില്ല. അങ്ങനത്തെ ഒരു ദൈവം എന്തിന്? ഇവിടെ ഭയങ്കരമായൊരു കൺഫ്യൂഷൻ ഉണ്ട് നമ്മുടെ അടുത്ത്. പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനകൾക്ക് എല്ലാവർക്കും എല്ലാ തലത്തിലും ഉത്തരം നൽകുക ദൈവം എന്നല്ല. ഇനി ആര്